സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പെണ്ണിന്റെ ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല, അക്രമം നീങ്ങിപ്പോകുന്നില്ല, അന്ന് ചെയ്ത തെറ്റ് മറക്കാൻ കഴിയുന്നില്ല. മുസ്ലിമേ, സമാധാനം എന്ന് പറയുന്നത് ആണും പെണ്ണും കലരുന്ന സ്ഥലത്തല്ല, അന്യ പെണ്ണിനെ തൊടുന്ന ഇടങ്ങളിലല്ല. അവിടെയൊക്കെ സമാധാനം നഷ്ടപ്പെടലുണ്ട്. എവിടെയാ സമാധാനം എന്നറിയോ? എല്ലാം തന്ന രാജാവായ റബ്ബിന്റെ മുന്നിൽ ഒന്ന് കീഴ്പ്പെട്ടിട്ട് അവന്റെ ദിക്റിലായുള്ള ജീവിതം കയ്യിലുണ്ടോ? അലാ ബിദിക്രില്ലാ തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയങ്ങൾക്ക് സമാധാനമാണ്. ഓ ഉമ്മമാരെ, ത്വലാഖ് എന്ന് പറയുന്ന ഒരു പരിപാടിയില്ലേ? നിങ്ങളെ നാട്ടിലും ഇല്ലേ ത്വലാഖ് എന്ന് പറയുന്നത്? മുസ്ലിമീങ്ങളെ ചില ആളുകളെ പഴിചാരിയാണ്. ഇസ്ലാം ത്വലാഖ് പറഞ്ഞ മതമാണ്, ഇസ്ലാം ത്വലാഖിന് അംഗീകാരം കൊടുത്ത മതമാണ്. ഓ എന്റെ വയലുകൾക്കുന്ന പെങ്ങള്, ത്വലാഖ് സുന്നത്താണ് ഏതെങ്കിലും ഒരു കിതാബിൽ കാണിച്ചു തരുമോ? ത്വലാഖ് വാജിബാണ് ഏതെങ്കിലും കിതാബിൽ കാണിച്ചു തരുമോ? ഏതെങ്കിലും ഇമാമിങ്ങൾ പറഞ്ഞത് കാണിച്ചു തരുമോ? അതേ ത്വലാഖ് പുണ്യമാണ് എന്നെങ്കിലും പറഞ്ഞത് എവിടെയെങ്കിലും കാണിച്ചു തരാൻ കഴിയോ? ഇല്ല, ഇല്ല. ഇതിന്റെ പേരിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ച ഏതെങ്കിലും ആളുകൾ ഉണ്ടെങ്കിൽ അവരോട് പറയുന്നത് ത്വലാഖിൽ ഇസ്ലാമിന്റെ നിലപാട് എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അബ്ഗദുൽ ഹലാൽ, അല്ലാഹ് അനുവദിച്ചു കൊടുത്തതിൽ അല്ലാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യം ത്വലാഖാണ്. ജനങ്ങളെ, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അനുവദിച്ച കാര്യങ്ങളുടെ കൂട്ടത്തില് അല്ലാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് ത്വലാഖ്. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഇപ്പൊ ചില ആളുകൾ വിചാരിച്ചത് ത്വലാഖ് ഇസ്ലാമിലെ പുണ്യാണ് എന്നാണ്. ഓ മുസ്ലിമേ, ഒരിക്കലും അല്ലേ അല്ല. ഇസ്ലാമില് പുണ്യാണ്, സ്വതക്കയിലെ പുണ്യാണ്. നിങ്ങളിതൊക്കെ ബക്കറ്റ് വരുമ്പോൾ എല്ലാവരും നല്ല സ്വതക്ക ചെയ്തോളി, അത് നല്ല പുണ്യാണ്. ചിലപ്പോൾ സ്വർഗം കിട്ടാൻ വരെ ആ സ്വതക്ക കാരണമാകുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതേ സ്ഥാനത്ത് ത്വലാഖ് പുണ്യാണ് എന്ന് എവിടെയാ ഇസ്ലാം പറഞ്ഞത്? ഇല്ല. പിന്നെന്താ വലിയാരെ, ഇസ്ലാം ത്വലാഖ് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ ത്വലാഖിന്റെ മാനദണ്ഡം എന്താണ്? ത്വലാഖിന് ഒരുപാട് മാനദണ്ഡമുണ്ട്. നമ്മൾ കയറുന്ന ബസ്സില്ലേ, ബസ് കയറില്ലേ? ഉണ്ട്. ബസ് കയറിയില്ലുണ്ട്. ട്രെയിനില്ലേ? ഉണ്ട്. എ സിയിലെ ട്രെയിനിലും കയറിയിട്ടില്ലേ? ഉണ്ട്. അതിലൊക്കെ കയറിയാൽ ചില ജനലിന്റെ മേലെ, ചില ഗ്ലാസിന്റെ മേലെ കയറി വെച്ചാണ് എമർജൻസി എക്സിറ്റ്. അല്ലേ? എന്തിനുള്ളതാ? എന്തിനുള്ളതാ എമർജൻസി എക്സിറ്റ്? എന്തിനുള്ളതാ? അത് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നുമ്പോ കുത്തിപ്പൊളിച്ച് പുറത്തേക്ക് ഇറങ്ങാനുള്ളത് ആണോ? ആണോ? അല്ല. പിന്നെ എന്തിനുള്ളതാ? അത് ചിലപ്പോൾ ബസ്സിന് എന്തെങ്കിലും അപകടം സംഭവിച്ചു പോയാൽ, നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനത്തിന് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ട് ഡോർ തുറന്നിട്ടൊന്നും പുറത്തേക്ക് എത്താൻ സമയമില്ല, എങ്ങനെങ്കിലും ജീവൻ രക്ഷിക്കേണ്ട രംഗത്തിയാൽ ആ സമയത്ത് ചിലപ്പോൾ പൊട്ടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാനുള്ളതിനാണ് എമർജൻസി എക്സിറ്റ് എന്ന് പറയുന്നത്. അല്ലേ? നാട്ടിലതിനല്ലേ എമർജൻസി എക്സിറ്റ് എന്ന് പറയാം. എമർജൻസി ആയിട്ട് പുറത്തു പോകേണ്ട ആവശ്യം ഉണ്ടാകുമ്പോൾ പുറത്തു പോകാനുള്ള സാധനം എമർജൻസി എക്സിറ്റ് എന്ന് പറയുന്നത്. അല്ല സാധാരണ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതാ? ഒരിക്കലും അല്ല. അത് എപ്പോഴെങ്കിലും കുടുങ്ങിയാ പോകാനുള്ളതാ. ഇതുപോലെ ഏതെങ്കിലും ഒരു ബന്ധം, ഒരു വിവാഹം നടന്നിട്ട് ആ വിവാഹം തുടർന്നു പോകാനുള്ള അത് എന്തെങ്കിലും തകരാറുകൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ഭർത്താവിനും ഭാര്യയ്ക്കും അല്ലാഹു നൽകിയ ഓപ്ഷനാണ് ത്വലാഖ് എന്ന് പറയുന്നത്. പറഞ്ഞ മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോ? അങ്ങനെ കുടുങ്ങിയാൽ പുറത്തേക്ക് പോകാനുള്ള വഴിയാണ് എമർജൻസി എക്സിറ്റ് ആണ് ത്വലാഖ് എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ വിവാഹം കഴിക്കൂ, ത്വലാഖ് ചൊല്ലൂ, പിന്നെയും വിവാഹം കഴിക്കൂ, ത്വലാഖ് ചൊല്ലൂ, അങ്ങനെ ഒരു മതമല്ല ഇസ്ലാം. ചില ആളുകൾ പറയുന്നത് കേട്ടാ തോന്നും അങ്ങനെ ഇവിടെ ഏതെങ്കിലും ഹദീസ് ഉണ്ടോ എന്ന് തോന്നിപ്പോകും. വിവാഹം കഴിക്കൂ ജനങ്ങളെ, പുരുഷന്മാരെ നിങ്ങൾ വിവാഹം കഴിക്കൂ, എന്നിട്ട് ത്വല്ലിഖൂ, നിങ്ങൾ ത്വലാഖ് ചൊല്ലൂ, പിന്നെയും വിവാഹം കഴിക്കൂ എന്ന് ഇസ്ലാം പറഞ്ഞോ? ഇല്ല. മറിച്ചോ, നിങ്ങൾ ഈ സദസ്സിൽ തന്നെ എത്ര ആളുകളുണ്ട്? ഉപ്പാപ്പമാരായ ആളുകളെ നോക്ക്. നിങ്ങൾ എത്ര
എത്ര ആളുകളുണ്ട് തൊലാക്കിയില്ലേ ഇവര്? എത്ര ആളുകളുണ്ട് തൊലാക്കിയില്ലേ ഇവര്? ഇപ്പൊ ആര് കണക്കൊന്നും എടുക്കണ്ട, ഞാൻ പറയാണ്, ഉണ്ടാകൂല. വളരെ ചൊന്ന് നമ്മുടെ നാട്ടിൽ തന്നെ തൊലാക്ക് ചൊല്ലിയ അനുഭവങ്ങള് മുൻകാലത്ത് നോക്കിയാൽ വളരെ കുറച്ചാണ്. അപ്പൊ ഇപ്പൊ കുറച്ച് കൂടുതലില്ലേ വലിയരെ? എന്തിന്റെ പേരിലാ തൊലാക്ക് അധികരിച്ചത്? ഇസ്ലാമിന്റെ തകരാറാണോ? അല്ല, ഒരിക്കലും അല്ല. ഇസ്ലാമിന്റെ തകരാറ് കൊണ്ടല്ല ഉമ്മമാരെ യഥാർത്ഥത്തിൽ തൊലാക്ക് അധികരിച്ചത്. പെങ്ങന്മാരെ, ഇസ്ലാമിന്റെ തകരാറ് കൊണ്ടല്ല തൊലാക്ക് അധികരിച്ചത്. ഇസ്ലാമിന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കാത്തതിന്റെ പേരിലാ തൊലാക്ക് അധികരിച്ചത്. ഞാൻ വെറുതെ പറയല്ല, അനുഭവങ്ങളാണ്. നമ്മളെ നാടുകളിൽ പരിശോധിച്ചു നോക്കിയാൽ നമ്മളെ മുൻഗാമികളായ ഉപ്പാപ്പമാർ അവര് വിവാഹം കഴിച്ചിട്ട് എത്രത്തോളം തൊലാക്ക് ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പോഴുള്ള പുതിയ ജനറേഷനിൽ തൊലാക്ക് അധികരിച്ചു വരുന്നു. എന്താണ്?